ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഒറിഗാമി പേപ്പർ കൊണ്ടൊരു ക്രാബിനെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് 18 സെൻറ്റിമീറ്റർ അളവിൽ സ്ക്വയർ ഷേപ്പിലുള്ളൊരു പേപ്പർ എടുക്കുക. എന്നിട്ടത് കോർണർ ടു കോർണർ ഒന്ന് മടക്കി കൊടുക്കാം. അതിനുശേഷം രണ്ട് സൈഡിൽ നിന്നും ഈക്വൽ ഹാഫായിട്ടൊന്ന് മടക്കിയെടുക്കാം. ഇനി നമുക്കിത് ഡയമണ്ട് ഷേപ്പിലേക്കാക്കി മടക്കിയെടുക്കാം. അതിനുശേഷം രണ്ട് സൈഡിൽ നിന്നും സെൻറ്ററിലേക്കായി മടക്കി കൊടുക്കാം. ഫ്രണ്ട് പോർഷൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ബാക്ക് സൈഡും അതേ രീതിയിൽ തന്നെ ചെയ്തെടുക്കാം. ഈ ഒരു രീതിയിലായിരിക്കും നമുക്കിപ്പോൾ കിട്ടുക. ഇനി ചെയ്യേണ്ടത്, നമ്മൾ മടക്കിയ ഭാഗം ഒന്ന് നിവർത്തി കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ സെൻറ്റർ പോർഷൻ ഉള്ളിലേക്കാക്കി ഒരിക്കൽ കൂടി മടക്കിയെടുക്കാം. എല്ലാ സൈഡുകളും ഇതേ രീതിയിൽ തന്നെ ചെയ്തെടുക്കാം. ഇനി അതിൻ്റെ രണ്ട് സൈഡുകളും ഫ്രണ്ടിലേക്ക് വരുന്ന മാതിരി ചെയ്തെടുക്കാം. അതിനുശേഷം മുകൾ ഭാഗത്ത് രണ്ട് സൈഡിൽ നിന്നും സെൻറ്ററിലേക്കായി മടക്കി കൊടുക്കുക. എല്ലാ സൈഡുകളും ഒരേപോലെ തന്നെ സൈഡുകളിൽ നിന്ന് സെൻറ്ററിലേക്കായി മുകൾ വശം മാത്രം ആ രീതിയിൽ മടക്കി കൊടുക്കാം. മടക്കിയതിന് ശേഷം മടക്കിയ ഭാഗം ഒന്ന് നിവർത്തി കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ സൈഡ് ഉള്ളിലേക്കാക്കി ഈ ഒരു രീതിയിൽ പ്രസ് ചെയ്ത് കൊടുക്കാം. എല്ലാ സൈഡുകളും മടക്കി കഴിയുമ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ ചില പേപ്പറുകൾ സെൻറ്ററിൽ ഓപ്പൺ ആയിട്ടും ചിലത് ഇതേ രീതിയിൽ പ്ലെയിൻ ആയിട്ടായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ നമ്മൾ ആ ഭാഗം സിസർ ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. എല്ലാ സൈഡുകളും എടുത്ത് ഇതേപോലെ സെൻറ്ററിൽ കട്ടായിട്ടില്ലേ എന്ന് നോക്കി ഇല്ലാത്ത ഭാഗങ്ങൾ സിസർ ഉപയോഗിച്ചിട്ട് സെൻറ്ററിൽ നിന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ രണ്ട് സൈഡുകളിലുമായിട്ട് 8 പീസസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഇനി ഇതുപോലെ പേപ്പർ സൈഡിൽ നിന്ന് സെൻറ്ററിലേക്കായിട്ടൊന്ന് മടക്കി കൊടുക്കുക. സെൻറ്ററിലെ ആ ട്രയാങ്കിൾ പോർഷൻ വരുന്ന ഭാഗം ഫ്രണ്ടിലേക്കായിട്ട് വേണം വെക്കാനായിട്ട്. അതിനുശേഷം ഓരോ സൈഡിലെയും ആ 4 പീസസ് ഇതേപോലെ മുകളിലേക്ക് ഒന്നിന് പിറകിൽ ഒന്നായിട്ടൊന്ന് അറേഞ്ച് ചെയ്ത് സെറ്റ് ചെയ്ത് കൊടുക്കാം. ക്രാബിൻ്റെ കാലുകളാണ് നമ്മളിപ്പോൾ സെറ്റ് ചെയ്യുന്നത്. രണ്ട് സൈഡും ഒരേപോലെ തന്നെ മടക്കി കൊടുക്കാം. ഇനി കാലുകളുടെ സെൻറ്ററിലായിട്ട് മുകളിൽ കാണുന്ന ആ വലിയ ട്രയാങ്കിളിൻ്റെ ടോപ്പ് പോർഷൻ നമ്മൾ മടക്കിയതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്കായിട്ട് മടക്കി കൊടുക്കാം. അതിനുശേഷം താഴെയുള്ള ആ ഭാഗം കൂടിയിട്ട് ഇതേ രീതിയിൽ മടക്കിയെടുക്കാം. ഇനി കാലുകളെല്ലാം ഒന്ന് മടക്കി കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് ഏത് സൈഡിലേക്കാണോ പേപ്പർ മടങ്ങിയിരിക്കുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്കായിട്ട് വേണം മടക്കാനായിട്ട്. അതിനുശേഷം ബാക്കിയുള്ള കാലുകളെല്ലാം അതിൻ്റെ അറ്റം ഇതേ രീതിയിലൊന്ന് മടക്കി കൊടുക്കാം.
അപ്പോൾ നമ്മൾ ക്രാബിനെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുഞ്ഞു കണ്ണുകൾ വെച്ച് കൊടുക്കണം. അതിനായിട്ട് ചെറിയൊരു പീസ് പേപ്പർ എടുക്കുക. എന്നിട്ട് ഇതേ രീതിയിലൊന്ന് വരച്ചെടുക്കുക. വരച്ചെടുത്തതിന് ശേഷം അതേ ഷേപ്പിൽ തന്നെ പേപ്പർ കട്ട് ചെയ്തിട്ട് ഒട്ടിച്ച് കൊടുക്കാം. ഈസി ആൻഡ് ഫണ്ണായിട്ടുള്ള ഈ ഒരു ക്രാഫ്റ്റ് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഫോളോ ചെയ്യാനും ഒന്നും മറക്കണ്ട കേട്ടോ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.